നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 17-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം പൊതുവേ ദോഷ നക്ഷത്രമല്ല. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അതിലുപരി ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാവുന്ന ദിവസമാണ്. ഇന്ന് വൃശ്ചികം 1 അതായത് മണ്ഡലകാല ആരംഭമാണ്. മണ്ഡലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് നട തുറക്കുന്ന ദിവസമാണ്. ഇന്ന് തൊട്ടാണ് മണ്ഡല ആരംഭം. മണ്ഡലം എന്ന് പറഞ്ഞാൽ 41 ദിവസം. 41 വളരെ പ്രാധാന്യമുണ്ട്. ഈ 41 വരുന്ന മണ്ഡലകാല സമയമാണ്. ഇത് വളരെ പുരോഗതിയെ, ഉയർച്ചയെ, ഉന്നതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ്. ഈ 41 ദിവസം ശരിക്കും പറഞ്ഞാൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുന്ന ഒരാളിന് ഒരു വർഷത്തേക്കുള്ള എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ദൈവീയ പവർ അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു മണ്ഡലം വ്രതത്തോടു കൂടി അത് ശബരിമല പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു അമ്പലത്തിൽ പോവുകയോ ചെയ്യുന്ന അത് അവരവരുടെ ഇഷ്ടം. ഈ 41 ദിവസം പ്രാർത്ഥനയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടി, വ്രതം എന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കി നമ്മളിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പ്രാർത്ഥനയോടുകൂടി അവർ ഇരിക്കുകയാണെങ്കിൽ ഈ 41 ദിവസം കൊണ്ട് അവർക്ക് ഒരു വർഷത്തേക്കുള്ള എനർജി സേവ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യപ്പെടും നമ്മളെ ശരീരം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ഡലകാലം തന്നെ വച്ചത്. അപ്പോൾ ആ സമയത്ത് വ്രതാനുഷ്ഠാനത്തോടു കൂടി അമ്പല ദർശനം, പ്രത്യേകിച്ച് ശബരിമല യാത്ര ചെയ്താൽ അവിടെ തത്വമസി എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാനും ഭക്തനും ഒന്നാവുന്ന അവസ്ഥ. നീയും ഞാനാവുന്നു, രണ്ടും ഒന്നാവുന്നു. ആ പടി കയറി ചെല്ലുമ്പോൾ, പോയിട്ടുള്ളവർക്ക് അറിയാം, 18 പടിയും കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അപ്പോഴാണ് ശരിക്ക് അയ്യപ്പനാവണേ. ഈ പോകുന്ന ഓരോ ഭക്തനും അയ്യപ്പനായി മാറുകയാണ്. ആ ഒരു പുണ്യ സ്ഥലമാണ് ശബരിമല. അപ്പോൾ അതുകൊണ്ടാണ് മണ്ഡലവ്രതം നോക്കി പോകണമെന്ന്. വ്രതത്തെക്കുറിച്ചൊന്നും പറയണ്ട. അതിനനുസരിച്ചായിരിക്കും കിട്ടുന്ന ഫലവും. നമ്മൾ ഓരോന്ന് നമ്മൾ ആരെങ്കിലും കബളിപ്പിക്കുന്ന, ദൈവത്തിനെ അല്ല കബളിപ്പിക്കുന്നത്, നമ്മൾ സ്വയം കബളിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ഡലാരംഭ കാലഘട്ടമാണ്. അപ്പോൾ വ്രതം നോക്കാൻ പറ്റുമെങ്കിൽ പറ്റിയാൽ ഈ ഒരു 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് പോവുക. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വൃശ്ചിക മാസം 1-ാം തീയതി, വൃശ്ചിക മാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും. അപ്പോൾ ഭാഗ്യദായകം എന്ന് പറയുമ്പോൾ, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, കുറേ ദിവസമായിട്ട് വീടിന് വേണ്ടി ശ്രമിക്കുന്നു, വീട് നടക്കുന്നില്ല, വീട് വയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വീട് വാങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ശ്രമിക്കുക, 100% നിങ്ങൾക്ക് വീട് വയ്ക്കാനോ വാങ്ങാനോ സാധിക്കും. അത് മാത്രമല്ല, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. വിദേശത്തിരിക്കുന്നവർ മറ്റ് ഒരു രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായി ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ വിദേശത്ത് പഠിക്കാൻ ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു, നടക്കാതിരിക്കുകയാണ്. അതും നിങ്ങൾക്ക് അനുകൂലപ്രദമായി മാറും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ രാഹുകാല സമയം നോക്കുമ്പോൾ നമുക്ക് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:50 ആകുമ്പോഴേ രാഹുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ 7:30 തുടങ്ങില്ല, 7:50 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ.
അപ്പോൾ നമ്മൾ രാവുകാലം 7:30 തുടങ്ങിയെന്ന് പറഞ്ഞ് ബഹളം കാണിക്കേണ്ട, 7:50 വരെ സമയമുണ്ട് ശുഭകാര്യത്തിന് ഇറങ്ങുമ്പം. 9 മണിയോ രാവുകാലം തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. 9 മണി 16 മിനിറ്റ് വരെ രാവുകാല സമയം ബാക്കിയുണ്ട്. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് ഈ സമയം ഒഴിവാക്കണം. ശുഭകാര്യങ്ങൾക്കൊന്നും കൊള്ളത്തില്ല. അതായത് ഗുളിക കാല സമയം 1 മണി 36 മിനിറ്റ് തൊട്ട് 3 മണി 2 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം 10 മണി 43 മിനിറ്റ് തൊട്ട് 12:09 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും മുഹൂർത്തങ്ങളിൽ ശക്തി മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11 മണി 45 മിനിറ്റ് തൊട്ട് 12 മണി 33 മിനിറ്റ് വരെ. 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. മുഹൂർത്തം ഇല്ലാത്ത ദിവസം വരെ എടുക്കാവുന്ന ഒരേ ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. മുഹൂർത്തം ഉള്ള ദിവസം ഈ സമയം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശോഭനമായിരിക്കും. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ മറ്റ് ശുഭ്രവസ്ത്രങ്ങളോ ഒക്കെ നമുക്ക് ധരിക്കാം. ഇത് ചന്ദ്രൻ്റെ പവർ കൂട്ടാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വർദ്ധിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.